ഇത് പെർത്തിലെ ഡക്സ്റ്റൺ ഹോട്ടലാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി എൻ്റെ രാത്രി താമസം ഇവിടെയായിരുന്നു. രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്തു. എനിക്ക് പോകാനായി ഒരു കാർ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഒരു BMW X7 കാറാണ്. ഒരു മലയാളിയുടെ കാർ. അതുമായി വന്നിരിക്കുന്നത് അലക്സ് ആണ്. പെർത്തിൽ വന്ന ആദ്യ ദിവസം എന്നെ സ്വീകരിക്കാൻ വന്ന അലക്സ് തന്നെ ഇന്ന് യാത്രയാക്കാനും വന്നിരിക്കുന്നു. എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അതിനു മുൻപ് നഗരത്തിലെ കാണാത്ത ചില കാഴ്ചകളിലേക്ക് സഞ്ചരിക്കുകയാണ്. സെന്റ് ജോർജ് ടെറസ് എന്നറിയപ്പെടുന്ന സ്ട്രീറ്റിലൂടെയാണ് പോകുന്നത്. ചരിത്ര നിർമ്മിതികളും ആധുനിക മന്ദിരങ്ങളും ഇടകലർന്നു നിൽക്കുന്ന ഒരു സ്ട്രീറ്റാണ് സെന്റ് ജോർജ് ടെറസ്. പെർത്തിലെ കൊളോണിയൽ കാലത്തിന്റെ ആരംഭത്തിൽ പണിത ദേവാലയങ്ങളും സ്ക്വയറുകളുമെല്ലാമുള്ള തെരുവ്. എന്നാൽ ആധുനിക കാലത്ത് മാനം മുട്ടുന്ന കെട്ടിടങ്ങൾ ഉയരുന്നതും ഇവിടെയാണ്. പഴമയെയും പുതുമയെയും കലാപരമായി എങ്ങനെ സമന്വയിപ്പിക്കാമെന്ന് ഇവിടെ കണ്ടറിയാനാവുന്നു. ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ ഒരു നഗരത്തെ വൃത്തികേടാക്കുകയല്ല. വൃക്ഷങ്ങളും ആ കെട്ടിടങ്ങളുമെല്ലാം ചേർന്ന് നഗരത്തിന് പ്രൗഢി സമ്മാനിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് പെർത്ത് പോലുള്ള നഗരങ്ങൾ. നഗരാസൂത്രണം എന്നത് ഒരു കലയാണ്. നമ്മുടെ നാട്ടിൽ 6 വരിപ്പാത പണിയുമ്പോൾ പോലും അതിൻ്റെ അരികുകൾക്കും ഡിവൈഡറുകൾക്കും വൃത്തിയോ ഭംഗിയോ ഉണ്ടാകില്ല. 6 വരിപ്പാത എന്ന സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷെ പലയിടത്തും പൂർണ്ണതയില്ലാത്ത നിർമ്മിതിയാണത്. ഇവിടെ അങ്ങനെയല്ല കാര്യങ്ങൾ. എന്തു പണിതാലും അതിനൊരു സൗന്ദര്യം വേണം. റോഡരികിലെ ഓടയ്ക്ക് മുകളിലെ സ്ലാബിന് പോലും കലാപൂർണതയുണ്ടാവും. നേരെ മുന്നിൽ ബാരക്സ് ആർച്ച് എന്നൊരു നിർമ്മിതിയുണ്ട്. പണ്ടിവിടെ ഉണ്ടായിരുന്നതും പിന്നീട് പൊളിച്ചുകളഞ്ഞതുമായ സൈനിക ബാരക്കിന്റെ അവശേഷിക്കുന്ന ഭാഗമാണ് ആർച്ച്. അതിന്റെ പിന്നിൽ അക്കാണുന്നത് പാർലമെന്റ് ഹൗസാണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ വലിയ പകിട്ടൊന്നുമില്ല. അതിന്റെ മുൻഭാഗത്തേക്കാണ് അലക്സ് കാർ വിടുന്നത്. വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ പാർലമെന്റ് ഹൗസ്. 2 സഭകളുണ്ട് ഇവിടുത്തെ പാർലമെന്റിൽ. 59 അംഗങ്ങളുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ ലോവർ ഹൗസാണ് ഒന്ന്. അടുത്തത് 37 അംഗങ്ങളുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ അപ്പർ ഹൗസും. ഇക്കാണുന്നതാണ് നേരത്തെ കണ്ട പാർലമെന്റ് മന്ദിരത്തിന്റെ മറുവശം. പുറകുവശമെന്നോ മുൻവശമെന്നോ പറയാൻ പറ്റില്ല. ക്ലാസിക് ശൈലിയിൽ കല്ലുകൊണ്ട് പണിത മനോഹരമായ കെട്ടിടം. 1904 പാർലമെന്റ് മന്ദിരത്തിന്റെ പണി പൂർത്തിയായത്. നമ്മുടെ സംസ്ഥാന നിയമസഭയെപ്പോലെയാണ് ഇവിടെ പാർലമെന്റ് പ്രവർത്തിക്കുന്നത്. പക്ഷേ 2 സഭകളുണ്ടെന്ന് മാത്രം. പാർലമെന്റ് മന്ദിരത്തോട് ചേർന്ന് വിശാലമായ ഒരു പാർക്കുണ്ട്. സോളിഡാരിറ്റി പാർക്ക് എന്നറിയപ്പെടുന്ന അതിന്റെ ഒരു ഭാഗത്തുകൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുത്തെ പ്രകൃതിയാണ് ഏറ്റവും ആകർഷണീയം. ഇക്കാണുന്നത് ഫസ്റ്റ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് സയന്റിസ്റ്റ് പള്ളിയാണ്. അങ്ങനെ പല പള്ളികളുണ്ട്. ഈ സ്ട്രീറ്റുകളിലൂടെ പോകുമ്പോൾ വഴിയോരങ്ങളിലെ കെട്ടിടങ്ങൾ, അതിനോട് ചേർന്ന് പണിതിരിക്കുന്ന ചാർത്തുകൾ, കെട്ടിടത്തിന്റെ മുറ്റം, അവിടെ കല്ല് വിരിച്ചിരിക്കുന്ന രീതി, പെർഫെക്ഷൻ എന്നിവയൊക്കെ കണ്ട് മനസ്സിലാക്കുകയും പഠിക്കുകയുമാണ്. പഴയ കെട്ടിടങ്ങൾ നിലനിർത്തുന്ന രീതി, അതിനോട് ചേർന്ന് പുതിയ കെട്ടിടങ്ങൾ വരുമ്പോൾ പുലർത്തുന്ന സൗന്ദര്യബോധം, കെട്ടിട സൗന്ദര്യം നശിക്കാത്ത രീതിയിൽ ബോർഡുകൾ പോലും സ്ഥാപിക്കുന്നത്, പല കാലഘട്ടങ്ങളിലെ കെട്ടിടങ്ങളെല്ലാം ചേർന്ന് ഒരു നഗരത്തിന് ചാരുത നൽകുന്നത്, അതെല്ലാം ഇവിടെ നിന്നും മനസ്സിലാക്കാം. അതെങ്ങനെ സാധ്യമാകുന്നു എന്ന് പഠിക്കാം. പഴയ പള്ളികളും നഗരഭരണകൂടത്തിന്റെ പഴയ കെട്ടിടങ്ങളുമെല്ലാം ഉണ്ട് ഇവിടെ. ഇതെല്ലാം ചേർന്ന് നഗരത്തിന് ഭംഗി പകരുന്നു. കെട്ടിടങ്ങൾക്കിടയിൽ ഒഴിവുള്ളിടത്ത് ഉദ്യാനങ്ങൾ, ഭൂമിക്കടിയിലെ പാർക്കിംഗ്. ചുടുകട്ടയും കല്ലും ഉപയോഗിച്ചു പണിത പഴയ കെട്ടിടങ്ങൾ നഗരത്തിന് ഒരു ആഢ്യത്വം നൽകുന്നു. കൊളോണിയൽ കാലത്ത് നിർമ്മിച്ച പല പള്ളികൾ, അതെല്ലാം സൗന്ദര്യം പകരുക മാത്രമല്ല, ഈ നഗരത്തിനും നാട്ടുകാർക്കും പുറം നാടുകളിൽ നിന്നെത്തിയവരിൽ നിന്ന് ആദരവ് കൂടി വാങ്ങിക്കൊടുക്കുന്നുണ്ട്. വിദേശത്തു നിന്ന് വരുന്ന ഒരാൾ നമ്മുടെ കൊച്ചി നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ മലയാളിയോട് അത്തരമൊരു ആദരവ് തോന്നില്ല. അതിന് വൃത്തിയും സൗന്ദര്യവും വേണം, കലാപൂർണത വേണം. നഗരത്തിലെ വിക്ടോറിയ സ്ക്വയർ എന്ന ഭാഗമാണിത്. ഞങ്ങൾ വിക്ടോറിയ സ്ക്വയറിലെ സെന്റ് മേരീസ് കത്തീഡ്രലിന് സമീപത്തേക്കെത്തി. നേരെ മുന്നിൽ അക്കാണുന്നതാണ് കത്തീഡ്രൽ.
പെർത്തിലെ റോമൻ കാത്തലിക് ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയമാണിത്. ഈ നഗരത്തിലെ ഏറ്റവും പ്രധാന പള്ളി 1865 പണിത പള്ളിയാണ്. പിന്നീട് 1973 2009 ഇത് വിപുലമായ തോതിൽ പുതുക്കിപ്പണിതിരുന്നു. സ്ക്വയറിനെ ഒന്ന് ചുറ്റി മറ്റൊരു റോഡിലൂടെ വരുമ്പോഴും സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ മുഖപ്പ് കാണാം. 2 തവണ വിപുലീകരിച്ച പള്ളിയായതിനാൽ ഇതിന് 2 മുഖപ്പുകളുണ്ട്. മ്യൂസിക് ഡയറക്ടറെ മാറ്റിയതിനെ തുടർന്ന് പള്ളിക്വയറിലെ അംഗങ്ങൾ ക്രിസ്മസ് ആരാധന ബഹിഷ്കരിച്ചത് 2024 ഈ പള്ളി വാർത്തകളിൽ നിറയാൻ കാരണമായിരുന്നു. ഇത് റോയൽ പെർത്ത് ഹോസ്പിറ്റലാണ്. വളരെ ഗംഭീരമായ ഒരു സർക്കാർ ആശുപത്രി. പഴയതും പുതിയതുമായ കെട്ടിടങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു കോംപ്ലക്സ് ആണ് ആശുപത്രിയുടേത്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഏറ്റവും ആദ്യത്തെ കൊളോണിയൽ ആതുരാലയമാണ് റോയൽ പെർത്ത് ഹോസ്പിറ്റൽ. 1829 സ്ഥാപിച്ചതാണിത്. അന്ന് പഴയൊരു കുതിരലായത്തിലായിരുന്നു ആശുപത്രിയുടെ പ്രവർത്തനം. 1840കളിലാണ് അത് ഇവിടേക്ക് മാറ്റിയത്. ഇപ്പോൾ കടന്നുപോകുന്നത് ഇവിടുത്തെ ബാരക് സ്ട്രീറ്റിലൂടെയാണ്. ബാരക് സ്ട്രീറ്റിലാണ് ടൗൺ ഹാളൊക്കെയുള്ളത്. പെർത്തിലെ നൈറ്റ് ലൈഫിന്റെ ഒരു കേന്ദ്രം കൂടിയാണ് ബാരക് സ്ട്രീറ്റ്. നഗരത്തിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ അതിലെയെല്ലാം ഒന്ന് കറങ്ങി. കർട്ടിൻ യൂണിവേഴ്സിറ്റിയുടെ കെട്ടിടങ്ങളാണ് ഇത്. 1966 സ്ഥാപിതമായതാണ് കർട്ടിൻ യൂണിവേഴ്സിറ്റി. ആദ്യകാലത്ത് ഈ സ്ട്രീറ്റിന്റെ ഇരുവശത്തും പട്ടാളക്കാരുടെ ക്വാർട്ടേഴ്സുകളാണ് ഉണ്ടായിരുന്നത്. ഇതിന് ബാരക് സ്ട്രീറ്റ് എന്ന പേര് കിട്ടിയത് അങ്ങനെയാണ്. ഒരിടത്ത് വണ്ടി കൊണ്ടുചെന്ന് നിർത്തി. ഇവിടെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. അതിലൂടെ ഒന്ന് നടക്കാം. മറേ സ്ട്രീറ്റ് മാൾ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ബാരക് സ്ട്രീറ്റിനും വില്യം സ്ട്രീറ്റിനും ഇടയിലുള്ള ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റാണിത്. വാഹനങ്ങൾ കടക്കാതിരിക്കാനാണ് ഈ കുറ്റികൾ. അവശ്യ സമയത്ത് ഒരു ബട്ടൺ ഇട്ടാൽ ആ കുറ്റികൾ താഴ്ന്നു പോകും. ധാരാളം റീറ്റെയിൽ ഷോപ്പുകളും വഴിയോര റെസ്റ്റോറന്റുകളും ഒക്കെയുള്ള ഒരു സ്ട്രീറ്റാണിത്. മനോഹരമായി കല്ല് വിരിച്ച വൃത്തിയുള്ള തെരുവ്. ഇടയ്ക്ക് മാത്രം ചില സർവീസ് വണ്ടികൾ വരുന്നുണ്ട്. സ്ട്രീറ്റിന്റെ ഓരത്ത് ആളുകൾക്കിരിക്കാം, കാപ്പി കുടിക്കാം. അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇന്നൊരു വർക്കിംഗ് ഡേ ആണെങ്കിലും കുറച്ച് ആളുകളൊക്കെയുണ്ട് ഇവിടെ. പ്രധാനമായും ഷോപ്പിങ്ങിനായി ആളുകൾ വരുന്ന സ്ഥലമാണ് മുറേ സ്ട്രീറ്റ് മാൾ. പെർത്ത് നഗരത്തിലെ 2 ഓപ്പൺ എയർ മാളുകളിൽ പ്രമുഖമായത് ഇതാണ്. ഹേ സ്ട്രീറ്റ് മാളാണ് മറ്റൊന്ന്. രാവിലെ ആയതുകൊണ്ടാണ് ഈ സ്ട്രീറ്റിൽ വലിയ തിരക്കില്ലാത്തത്. വൈകുന്നേരമാകുമ്പോൾ ജനപ്രവാഹമായിരിക്കുമെന്ന് അലക്സ് പറഞ്ഞു. ഒരു സുവനീർ ഷോപ്പുണ്ട് ഇവിടെ. ടീഷർട്ടും തൊപ്പിയുമൊക്കെയാണ് പ്രധാനമായും വിൽക്കുന്നത്. ഇവിടെ നിന്നും പെർത്തിന്റെ സുവനീറായി ഞാനൊരു തൊപ്പി വാങ്ങി. വീണ്ടും ബാരക് സ്ട്രീറ്റിലൂടെ നേരെ താഴേക്ക് പോവുകയാണ്. ഇടതുവശത്ത് പെർത്തിന്റെ ടൗൺ ഹാൾ. അങ്ങകലെ സൂചി പോലെ കോർത്തു നിൽക്കുന്ന ഒരു കെട്ടിടം കാണാം. അത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ബെൽ ടവറാണ്. 82.5 മീറ്റർ ഉയരമുള്ള ഗോപുരം. ഇടതുവശത്ത് ഒരു ഉദ്യാനമുണ്ട്. സുപ്രീം കോർട്ട് ഗാർഡൻസ് എന്നാണ് അതറിയപ്പെടുന്നത്. ആ ഉദ്യാനത്തിനകത്താണ് ഇവിടുത്തെ സുപ്രീം കോർട്ട്. മരങ്ങൾ കാരണം അത് ഈ സ്ട്രീറ്റിൽ നിന്നും കാണുന്നില്ലെന്നേയുള്ളൂ. സുപ്രീം കോർട്ട് ഗാർഡൻസിന്റെ എതിർവശത്ത് വലിയ കമ്പനികളുടെ ആസ്ഥാനങ്ങളും കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുമൊക്കെയാണ്. ആ മുന്നിൽ കാണുന്നതാണ് ബെൽ ടവർ. അതിന്റെ പൂർണ്ണമായ ആകൃതി ഇപ്പോഴാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം അതിന്റെ ചുവട്ടിൽ വരെ ഞാൻ പോയിരുന്നു. അവിടെ നിന്നും ഞങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞു. ഇപ്പോൾ റിവർ സൈഡ് ഡ്രൈവിലൂടെയാണ് പോകുന്നത്. വലതുവശത്ത് ബാരക് സ്ക്വയർ ആണ്. ബെൽ ടവറിന്റെ മറുവശത്ത് ബാരക് സ്ട്രീറ്റ് വന്നു ചേരുന്ന ഭാഗം ബാരക് സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. വലതുവശത്ത് സ്വാൻ നദി. അതൊരു കായൽ പോലെ പരന്നു കിടക്കുന്നു. ഇടതുവശത്ത് ഒരു പുൽമേടാണ്. ലാംഗ്ലേ പാർക്ക് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. 900 മീറ്റർ നീളവും 100 മീറ്റർ വീതിയുമുള്ള പുൽമൈതാനമാണ് ലാംഗ്ലേ പാർക്ക്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കുടിയേറ്റം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളക്കാരായ ഓസ്ട്രേലിയക്കാർ വലിയൊരു പ്രകടനം നടത്തിയത് ഈ പാർക്കിലാണ്. മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്ന പേരിൽ രാജ്യവ്യാപകമായി നടന്ന ആ പ്രകടനത്തിൽ ഇവിടെ 10,000 പേർ പങ്കെടുത്തെന്നാണ് കണക്ക്.
രസകരമായ ഒരു കാര്യമുണ്ട്. പ്രകടനക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 2 ഇന്ത്യക്കാരും അതിൽ പങ്കെടുത്തു. ഒരാൾ ഒരു സിക്കുകാരൻ, രണ്ടാമൻ ഇപ്പോൾ എന്റെ കൂടെയുള്ള അലക്സും. ജയ് ജയ് ഓസ്ട്രേലിയ എന്ന തങ്ങളുടെ മുദ്രാവാക്യം വിളി വലിയ തമാശ സൃഷ്ടിച്ചെന്ന് അലക്സ് പറഞ്ഞു. നിങ്ങളുടെ വിഷമത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്ന് പറഞ്ഞാണ് അലക്സും സിക്കുകാരനും വെള്ളക്കാരുടെ പ്രകടനത്തിൽ ചേർന്നത്. അത് തമാശയാണെങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2025 ഓഗസ്റ്റിലും ഒക്ടോബറിലും 2026 ജനുവരിയിലുമൊക്കെ ഇവിടെ വലിയ കുടിയേറ്റ വിരുദ്ധ റാലികൾ അരങ്ങേറിയിരുന്നു. കടുത്ത വംശീയ ചിന്തയുള്ള വെള്ളക്കാരും നവനാസികളുമൊക്കെയായിരുന്നു അതിന്റെ സംഘാടകരെന്നാണ് ABC ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത്. വരാനിരിക്കുന്ന അസ്വസ്ഥതകളുടെ സൂചനയായി അത് വിലയിരുത്തപ്പെടുന്നുണ്ട്. പാർക്ക് പിന്നിട്ടു പോകുമ്പോൾ പല പാലങ്ങൾ കാണാം. സ്വാൻ നദിയിലെ പാലങ്ങൾ. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഒരു പാലത്തിലൂടെ ഞങ്ങൾ മറുകര കടന്നു. എത്തിയത് മറ്റൊരു പാർക്കിലേക്കാണ്. വിക് പാർക്ക് എന്ന് പൊതുവെ അറിയപ്പെടുന്ന വിക്ടോറിയ പാർക്കാണിത്. 2.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പാർക്ക്. 1870 രൂപപ്പെടുത്തിയ പാർക്കാണ്. ഒരു വശത്ത് സ്വാൻ നദി, അതിന്റെ തീരത്ത് നീണ്ടുകിടക്കുകയാണ് പാർക്ക്. ഇതൊക്കെ എത്ര വൃത്തിയോടെയും മനോഹാരിതയോടെയുമാണ് സംരക്ഷിക്കുന്നത് എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. വെട്ടിയൊരുക്കാത്തതോ കൃത്യതയോടെ പരിപാലിക്കാത്തതോ ആയ ഒരിടവും കാണുന്നില്ല. കൊളോണിയൽ കാലത്ത് പരസ്യമായ ശിക്ഷാവിധികൾ നടപ്പാക്കിയിരുന്നത് ഈ പാർക്കിന്റെ ഒരു ഭാഗത്തു വെച്ചായിരുന്നു. പാർക്ക് കടന്നെത്തുന്നത് ഒരു കാസിനോയുടെ സമീപത്തേക്കാണ്. ക്രൗൺ കാസിനോ എന്ന വമ്പനൊരു കാസിനോയാണിത്. പെർത്തിലെ ഏറ്റവും വലിയ കാസിനോ. അതിനോടനുബന്ധിച്ച് ഷോപ്പിംഗ് മാളും റെസ്റ്റോറന്റുകളും ഹോട്ടലുകളുമെല്ലാമുണ്ട്. എങ്കിലും കാസിനോ തന്നെയാണ് പ്രശസ്തം. ആഴ്ചയിലെ എല്ലാ ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ കാസിനോയുടെ പ്രത്യേകത. 2022 2020 ലോകകപ്പിനെത്തിയ ഇന്ത്യൻ ടീം ക്രൗൺ പെർത്ത് ഹോട്ടലിലാണ് താമസിച്ചത്. അന്ന് വിരാട് കോഹ്ലിയുടെ മുറിയിലേക്ക് അപ്രതീക്ഷിതമായി ഒരാൾ കടന്നു ചെന്ന് വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് വലിയ വിവാദമായി. ആ സംഭവത്തിന്റെ പേരിൽ ക്രൗൺ പെർത്ത് അധികൃതർ ഇന്ത്യൻ ടീം മാനേജ്മെന്റിനോട് മാപ്പു പറഞ്ഞിരുന്നു. കാസിനോയോടനുബന്ധിച്ച് ഒരു കൺവെൻഷൻ സെന്ററും വലിയൊരു തിയേറ്ററും 2 ബാൾ റൂമും 32 റെസ്റ്റോറന്റുകളും ഒരു നൈറ്റ് ക്ലബ്ബുമുണ്ട്. 3 ലക്ഷറി ഹോട്ടലുകളാണ് ഈ കോംപ്ലക്സിലുള്ളത്. ക്രൗൺ പെർത്തിന്റെ മറുവശത്തുകൂടി പോകുമ്പോൾ അവിടുത്തെ പാർക്കിംഗ് ഏരിയയുടെ വിസ്തൃതി കാണാം. അങ്ങേയറ്റത്ത് കാണുന്നതാണ് കാസിനോ. യാത്ര തുടരുമ്പോൾ ഒരു വലിയ സ്റ്റേഡിയത്തിനടുത്തേക്കെത്തുന്നു. ഇതിവിടുത്തെ ഒപ്റ്റസ് സ്റ്റേഡിയമാണ്. പൊതുവെ പെർത്ത് സ്റ്റേഡിയം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഞാൻ ഈ ചെല്ലുന്നതിന് 1.5 മാസം മുൻപ് ആ സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ച് നടന്നിരുന്നു. സിഡ്നിയിലെയും മെൽബണിലെയും സ്റ്റേഡിയങ്ങൾക്ക് പിന്നിൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ 3ാമത്തെ സ്റ്റേഡിയമാണ് ഒപ്റ്റസ്. 2018 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത സ്റ്റേഡിയം. 65,000 ആളുകൾക്ക് വരെ സീറ്റിംഗ് കപ്പാസിറ്റിയുണ്ട് ഇതിൽ. ഫൂട്ടി എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയൻ ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നിവയുടെ മാച്ചുകളാണ് ഇവിടെ പ്രധാനമായും നടക്കാറുള്ളത്. ആകർഷകമായ ഒരു സൗന്ദര്യമുണ്ട് ഈ സ്റ്റേഡിയത്തിന്. നമ്മുടെ കല്ലൂർ സ്റ്റേഡിയം വലുതാണെങ്കിലും അത് പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ഭംഗിയില്ലായ്മ പ്രകടമാണ്. ഫങ്ഷണൽ ആയാൽ മതിയെന്നാണ് നമ്മുടെ ചിന്ത. അല്ലാതെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു സൗന്ദര്യം വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ആളുകൾക്കിരുന്ന് കളി കണ്ടാൽ മതി. സ്റ്റേഡിയം പിന്നിടുമ്പോൾ ഒരു പാലം കാണാം. സ്വാൻ നദിക്ക് കുറുകെയുള്ള മാറ്റ ഗാരൂപ്പ് ബ്രിഡ്ജാണത്. കാൽനടക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ്. ഞങ്ങൾ സ്വാൻ നദിയെ ക്രോസ് ചെയ്ത് വീണ്ടും മുന്നോട്ടു പോവുകയാണ്. നഗരത്തോട് വിട പറയുകയാണിനി. പെർത്തിലെ കാഴ്ചകൾ മതിയാക്കുന്നു. അടുത്തതായി എയർപോർട്ടിലേക്കാണ് പോകുന്നത്. മനോഹരമായ പാതയിലൂടെ ഫ്ലൈ ഓവറുകളൊക്കെ പിന്നിട്ട് എയർപോർട്ട് ലക്ഷ്യമാക്കി കാർ നീങ്ങി. ഇപ്പോൾ സമയം 11 മണിയായിരിക്കുന്നു.
1:50 എനിക്ക് മടക്കയാത്രയ്ക്കുള്ള ഫ്ലൈറ്റ്. സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനമാണത്. ഇനി കഷ്ടിച്ച് 3 മണിക്കൂറേ ഉള്ളൂ. ഉടനെ തന്നെ ചെക്ക് ഇൻ ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചാണ് പോകുന്നത്. 15 മിനിറ്റ് കൊണ്ട് എയർപോർട്ടിലെത്തി. പെർത്ത് ഇന്റർനാഷണൽ എയർപോർട്ട്, അതിന്റെ ടെർമിനൽ 1. കുറേ ദിവസങ്ങൾ എന്നെ കൊണ്ടു നടന്ന അലക്സിനോട് യാത്ര പറഞ്ഞു. അദ്ദേഹം കാറുമായി മടങ്ങി. ഞാൻ എയർപോർട്ടിന്റെ ടെർമിനൽ 1ലേക്ക് നടന്നു. ഈ ടെർമിനലിൽ നിന്നാണ് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ പുറപ്പെടുന്നത്. ഓസ്ട്രേലിയയിലും അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം ഇപ്പോൾ എയർപോർട്ടിലെ അവരവരുടെ ജോലികൾ പാസഞ്ചർ തന്നെ ചെയ്യണം. വളരെ കുറച്ച് സ്റ്റാഫേ ഉള്ളൂ. ചെക്ക് ഇൻ പ്രോസസ്സിന് അധികം ആളുകളൊന്നുമില്ല. ചെക്ക് ഇൻ കിയോസ്കുകളാണ് എല്ലായിടത്തും സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ PNR നമ്പറൊക്കെ അടിച്ച് ബോർഡിംഗ് പാസ് എടുക്കണം. ഒരു കിയോസ്കിനടുത്തേക്ക് ചെന്നു. അതിൽ നിന്ന് സിംഗപ്പൂർ എയർലൈൻസിന്റെ ബോർഡിംഗ് പാസ് എടുത്തു. ചെക്ക് ഇൻ ലഗേജ് ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് എനിക്ക് ആ പണി എളുപ്പമായി. ചെക്ക് ഇൻ ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ പ്രത്യേക സ്ഥലമുണ്ട്. ഇവിടെയൊന്നും ജീവനക്കാരുള്ള കൗണ്ടറുകൾ കാണുന്നതേയില്ല. ഞാൻ ചെക്ക് ഇൻ പൂർത്തിയാക്കി. എമിഗ്രേഷൻ പ്രോസസ് കഴിഞ്ഞു. അങ്ങനെ കാത്തിരിക്കെ സിംഗപ്പൂർ എയർലൈൻസിന്റെ ഒരു വിമാനം നീങ്ങി വരുന്നത് കണ്ടു. ഇതാണ് എനിക്ക് പോകാനുള്ള വിമാനം. ഞാൻ അല്പം ഭക്ഷണം കഴിച്ച് കാത്തിരുന്നു. എയ്റോ ബ്രിഡ്ജ് വിമാനത്തോടടുക്കുന്നു. ഇത്തരം സൂക്ഷ്മമായ കാര്യങ്ങൾ എന്തിനാണ് എപ്പോഴും കാണിക്കുന്നതെന്ന് ചിലർ ചോദിക്കാറുണ്ട്. വിമാനത്താവളത്തിലെ ഇത്തരം പ്രോസസ്സുകളൊന്നും കാണാത്ത എത്രയോ ലക്ഷം പ്രേക്ഷകരുണ്ടെന്ന് എനിക്കറിയാം. ഇതുവരെ വിമാനത്തിൽ കയറിയിട്ടില്ലാത്ത പ്രേക്ഷകരും സഞ്ചാരത്തിനുണ്ട്. എനിക്ക് അവരെ പരിഗണിക്കണമല്ലോ. വിമാനത്തിലേക്ക് ആളുകളെ കയറ്റിവിട്ടു തുടങ്ങിയിരിക്കുന്നു. ഞാനും ഗേറ്റിലേക്ക് ചെന്നു. പിന്നെ എയ്റോ ബ്രിഡ്ജിലൂടെ വിമാനത്തിലേക്ക് നടന്നു. 2 പിരിയുന്ന എയ്റോ ബ്രിഡ്ജാണ്. അതിൽ മുന്നിലുള്ളതിലൂടെ ബിസിനസ് ക്ലാസ്സുകാർക്കും പിന്നിലുള്ള ബ്രിഡ്ജ് വഴി ഇക്കണോമി ക്ലാസ്സുകാർക്കും കയറാം. ഞാൻ വിമാനത്തിനകത്തേക്ക് കയറി ചെന്നു. വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ആണ്. ഏതാണ്ട് മുൻഭാഗത്താണ് എൻ്റെ സീറ്റ്. മനോഹരമായ സംവിധാനങ്ങൾ. സിംഗപ്പൂർ എയർലൈൻസും എമിറേറ്റ്സും ഖത്തർ എയർവേസും ഒക്കെയാണ് ലോകത്തെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള എയർലൈനുകൾ. ഈ വിൻഡോ സീറ്റാണ് എൻ്റേത്. ഞാൻ അതിൽ സ്ഥാനം പിടിച്ചു. സ്ക്രീനിൽ പെർത്തിൽ നിന്നും സിംഗപ്പൂരിലേക്കുള്ള ആകാശപാതയുടെ റൂട്ട് തെളിഞ്ഞു. ഏതാണ്ട് 5.5 മണിക്കൂർ പറക്കണം സിംഗപ്പൂരിലെത്താൻ. പെർത്തിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിലൂടെ നേരെ വടക്കോട്ട് പറക്കണം. അതിനിടയ്ക്ക് ഇന്തോനേഷ്യയുടെ പല ദ്വീപുകളും പിന്നിടണം. അതെല്ലാം കടന്ന് സിംഗപ്പൂരിൽ എത്തുമ്പോഴേക്കും വൈകുന്നേരമാവും. സിംഗപ്പൂർ സമയം രാത്രി 8 മണിക്കുള്ള മറ്റൊരു ഫ്ലൈറ്റിൽ എനിക്ക് മടക്കയാത്ര തുടരുകയും വേണം. വിമാനം പുറപ്പെട്ടു കഴിഞ്ഞു. സിംഗപ്പൂരിൽ നിന്നും വീണ്ടും ഒരു 5.5 മണിക്കൂർ പറന്നാലേ കൊച്ചിയിലെത്തൂ. അതായത് 11 മണിക്കൂർ പറക്കലും 2-3 മണിക്കൂർ കാത്തിരിപ്പുമെല്ലാം ചേർന്ന് 14 മണിക്കൂറെങ്കിലും എടുക്കും നാട്ടിലെത്താൻ. ക്വാണ്ടാസ് എയർലൈൻസിന്റെയും വെർജിൻ ഓസ്ട്രേലിയയുടെയും എല്ലാം വിമാനങ്ങൾ കിടക്കുന്നത് കാണാം. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ മണ്ണിൽ നിന്നും വിമാനം ഉയരാൻ സമയമായി. ഞാനും ഇന്നാട്ടിൽ നിന്ന് യാത്രയാവുകയാണ്. ഇത്തവണത്തെ യാത്രയ്ക്ക് വിസയ്ക്ക് അപേക്ഷിച്ചപ്പോൾ എനിക്ക് 5 വർഷത്തേക്കാണ് വിസ അടിച്ചു കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം ഞാൻ ഇനിയും ഈ രാജ്യത്തേക്ക് വരും. ഓസ്ട്രേലിയയുടെ കാണാത്ത കാഴ്ചകളിലേക്ക്, മറ്റു പല പ്രദേശങ്ങളിലേക്കും പോകാനുണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് പലതവണ ഓസ്ട്രേലിയയിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിലെ മലയാളി സമൂഹങ്ങളുമായി ബന്ധപ്പെടാനും വ്യത്യസ്തമായ കാഴ്ചകളിലേക്ക് പോകാനും പറ്റും. ഇപ്പോൾ വെൽഷ് പൂൾ എന്നൊരു പ്രദേശത്തിന് മുകളിലാണ് വിമാനം. വ്യവസായ കേന്ദ്രങ്ങളോ ഗോഡൌണുകളോ ഒക്കെയാണ് താഴെ കാണുന്നത്. പെർത്തിന്റെ ഒരു സബർബനാണ് വെൽഷ് പൂൾ. തെക്കു പടിഞ്ഞാറ് ദിശയിൽ പറന്നുയർന്ന വിമാനം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് യു ടേൺ എടുക്കുകയാണ്. താഴെ വെൽഷ് പൂൾ വളരെ വ്യക്തമായി കാണാം. പെർത്തിന്റെ പ്രധാന വ്യവസായ ഏരിയയാണ് വെൽഷ് പൂൾ. പെർത്തിന്റെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ നിന്നും 11 കിലോമീറ്ററാണ് അവിടേക്കുള്ള ദൂരം. പെർത്ത് നഗരം വികസിക്കുന്ന കാലത്ത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയായാണ് വെൽഷ് പൂളിനെ വളർത്തിയത്.
1895 അത്. സ്വാൻ നദിയാണിത്. നദിയുടെ മറുകരയിൽ ഒരു പുൽമേട് കാണുന്നുണ്ടല്ലോ. അതിന് തൊട്ടുപിന്നിലുള്ള കെട്ടിടങ്ങളിലൊന്നാണ് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടൽ. ആകാശത്തു നിന്നും വിശാലതയിൽ കാണുമ്പോൾ സ്വാൻ നദി ഒരു കായലോ തടാകമോ ആണെന്ന് തോന്നും. അതിന്റെ കരയിൽ ഉയരം കൂടിയ കെട്ടിടങ്ങളുള്ള ഭാഗമാണ് പെർത്തിന്റെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്. അതിൽ ഒരു വളവിന്റെ തിട്ടയിൽ നേരത്തെ അടുത്തു നിന്ന് കണ്ട ഒപ്റ്റസ് സ്റ്റേഡിയം. അത് ഒരു ഉപദ്വീപ് പോലെ നദിയിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂഭാഗത്താണെന്ന് കാണാം. അവിടെ നിന്ന് പാലം കടന്നു വരുമ്പോൾ CBD ഏരിയയിലേക്ക് എത്തുന്നു. നദിക്കക്കരെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആണ്. വൻകിട ഖനിക്കമ്പനികളുടെയും മറ്റും കേന്ദ്ര ഓഫീസുകൾ പ്രവർത്തിക്കുന്ന നിരവധി വമ്പൻ കെട്ടിടങ്ങൾ അവിടെ കാണാം. നദിയുടെ വീതി കുറഞ്ഞ ഭാഗത്ത് നാരോസ് ബ്രിഡ്ജ് എന്ന 396 മീറ്റർ നീളമുള്ള പാലം. അതിനിപ്പുറം കിങ്സ് പാർക്ക്. അത് കടക്കുമ്പോൾ ഒരു ബീച്ച് ഏരിയ കാണുന്നു. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിന്റെ തന്നെ പടിഞ്ഞാറേ അറ്റമാണിത്. താഴെ വെളുത്ത മണൽ കാണുന്നത് സിറ്റി ബീച്ച് ഏരിയയാണ്. അതിൽ തന്നെ സൗത്ത് ബീച്ചും നോർത്ത് ബീച്ചുമുണ്ട്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ അറ്റം. അവിടെ ഇന്ത്യൻ മഹാസമുദ്രം തുടങ്ങുന്നു. ഇളം നീല നിറത്തിൽ തീരക്കടൽ. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിലൂടെ ദീർഘയാത്രയാണ്. 5.5 മണിക്കൂർ പറന്ന് സിംഗപ്പൂരിലെത്തണം. ഞാൻ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയോട് തൽക്കാലം വിട പറഞ്ഞു.